ഹലോ ഗൈസ്, നിങ്ങൾ ടി വി വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണോ? ഷോറൂമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന 55 ഇഞ്ച്, 65 ഇഞ്ച്, 75 ഇഞ്ച് മോഡൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? സോണിയുടെ ബ്രാവിയ 3 സീരീസ് S30 എന്ന് പറയുന്ന സീരീസാണിത്. ഹലോ ഗൈസ്, വെൽക്കം എവരിവൺ. ഐ ആം ഡിയോൺസ്. സോണിയുടെ ബ്രാവിയ 3 ഒരു 4K അൾട്രാ HD HDR സ്മാർട്ട് AI ഗൂഗിൾ TV ഡോൾബി വിഷനും അറ്റ്മോസുമുള്ള ഒരു മോഡലാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകൾ സിനിമ തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന അതേ വൈബിലും ആംബിയൻസിലും ആസ്വദിക്കാൻ വേണ്ടി സിനിമ തിയേറ്റർ ടെക്നോളജീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഡോൾബി വിഷനും ഡോൾബി അറ്റ്മോസും. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ബ്രാവിയ 3 ടി വിയിൽ സാധാരണ കേബിൾ പ്രോഗ്രാം അല്ലെങ്കിൽ ഡിഷ് TV പ്രോഗ്രാംസൊക്കെ നമുക്ക് HDMI കേബിൾ മുഖേന കണക്ട് ചെയ്ത് ഈ ടി വിയിൽ ആസ്വദിക്കാം. അതുപോലെ തന്നെ കേരള വിഷൻ പോലുള്ള ആപ്പുകൾ നമുക്ക് ഈ ടി വിയുടെ പ്ലേ സ്റ്റോറിൽ കണക്ട് ചെയ്ത് വയർലെസ് ആയിട്ടും നമുക്ക് ആസ്വദിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ആയാൽ മാത്രം മതി. സ്മാർട്ട് ടി വിയിൽ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, അങ്ങനെ ആമസോൺ പ്രൈം, അങ്ങനെ മിനിമം ആപ്പുകൾ മാത്രമേ ഉണ്ടായിക്കുള്ളൂ. ഇതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ വരുന്നുണ്ട്. നമുക്ക് 16 GB ഓൺ ബോർഡ് മെമ്മറി വരുന്നുണ്ട്. 10,000+ ആപ്സ് നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരള വിഷൻ. അതുപോലെ നമുക്ക് MX പ്ലെയർ, യൂട്യൂബ് കിഡ്സ്, എഡ്യൂക്കേഷൻ ആപ്സ്, യോഗ ആപ്സ്, അങ്ങനെ എല്ലാത്തരം ആപ്സുകളും നമുക്ക് ആവശ്യമുള്ള ആപ്പുകളെല്ലാം ഈ ടി വിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതിന് കുറേ ഫ്രീ ആപ്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ കേബിൾ കണക്ഷനോ ഡിഷ് നെറ്റ്വർക്കോ ഇല്ലെങ്കിൽ മലയാളം ന്യൂസ് ചാനലോ ഇംഗ്ലീഷ് ന്യൂസ് ചാനലോ കാണാനായിട്ട് ഫ്രീ ടി വി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ന്യൂസ് ചാനലുകളും അതിൽ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. മലയാളം ചാനൽസിന് 8-10 ചാനൽസ് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ടി വിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പോലെ വെബ് സീരീസ് നമുക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ CCTV ഉണ്ട്. നമ്മൾ CCTV ടി വി ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. ഈ ടി വിയിലും CCTV കണക്ട് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. HDMI കേബിൾ മുഖേന വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യാം, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ടി വിയിൽ PlayStation 5 കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് നിരവധി ഗെയിംസ് വരുന്നുണ്ട്. അത് നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും കളിക്കാൻ സാധിക്കും. അതിനുവേണ്ടി വയർലെസ് കീബോർഡ് നമുക്ക് യൂസ് ചെയ്യാം, ഗെയിമിംഗ് കൺസോൾസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിനകത്ത് USB പോർട്ട് വരുന്നുണ്ട്. നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം, ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. ഫോട്ടോസും വീഡിയോസും മ്യൂസിക്കും എല്ലാം നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ലെവൽ ഫീച്ചേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ടി വി കാണാൻ വന്നിരിക്കുമ്പോഴാണ് റിമോട്ട് കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ടി വിക്ക് ഇൻബിൽട്ട് മൈക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ടി വിയോട് സംസാരിച്ചാൽ മതി നമുക്ക് എന്ത് പ്രോഗ്രാം വേണമെന്ന്. ടി വി ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അതിനുവേണ്ടി റിമോട്ട് കൺട്രോൾ വേണ്ട. ഇനി ബ്രാവിയ 3 ടി വിയിൽ മറ്റു ടി വികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3 ബെസ്റ്റ് പിക്ചർ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിയാണ് X1 4K HDR പ്രൊസസ്സർ. ഇതിനകത്ത് AI ബേസ്ഡ് ആയിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. നമുക്ക് 4K വീഡിയോസ്, നമുക്ക് സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ 4 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ OTTയിലേക്ക് വരും. നെറ്റ്ഫ്ലിക്സിലോ ഹോട്ട്സ്റ്റാറിലോ ആമസോൺ പ്രൈമിലോ അങ്ങനെ ഏതെങ്കിലും OTTയിൽ വരും. ഈ OTTയിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സ്വീകരണ മുറിയിലെ ടി വിയിൽ ഈ 4K പ്രോഗ്രാം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ AI അത് ഓട്ടോമാറ്റിക്കലി X1 4K HDR പ്രൊസസ്സറിലേക്ക് കൈമാറും. ഈ പ്രൊസസ്സർ അതിൽ സിനിമാറ്റിക് കോൺട്രാസ്റ്റ് അടയും, ക്ലാരിറ്റി കൂട്ടും, ഡീറ്റെയിൽ എൻഹാൻസ് ചെയ്യും. അതിന് പുറമെ മറ്റു ടി വികളിൽ ചെയ്യാത്തൊരു കാര്യം കൂടി ചെയ്യും. ആ 4K പ്രോഗ്രാമിനെ 4K HDR ക്വാളിറ്റിയിലേക്ക് മാറ്റും, ഹൈ ഡൈനാമിക് റേഞ്ച് ക്വാളിറ്റിയിലേക്ക് മാറ്റും. അങ്ങനെ തിയേറ്ററിനെ വെല്ലുന്ന ഒരു പിക്ചർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. QLED എന്നുള്ള ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്വാണ്ടം ഡോട്ട് കളേഴ്സ്. എന്നാൽ ബ്രാവിയ 3യിൽ യൂസ് ചെയ്യുന്നത് ട്രെലുമിനസ് പ്രോ എന്നുള്ള ടെക്നോളജിയാണ്. സാധാരണ QLEDനെ കമ്പയർ ചെയ്യുമ്പോൾ ബില്യൺസ് ഓഫ് ഷെയ്ഡ്സ് നമുക്ക് ഈ ടി വിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ നേച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ കളേഴ്സ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ബ്രാവിയ 3യിൽ വരുന്ന വേറൊരു പ്രത്യേകതയാണ് സാധാരണ HD കണ്ടന്റ് നമ്മൾ കേബിളിൽ കാണുന്നോ അല്ലെങ്കിൽ ഡിഷിൽ കാണുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും HD പ്രോഗ്രാംസ് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ സോണിയുടെ ബ്രാവിയ 3യിൽ 4K X റിയാലിറ്റി പ്രോ എന്നൊരു ടെക്നോളജി വരുന്നുണ്ട്. അത് നോർമൽ HD പ്രോഗ്രാമിനെ 4K ക്വാളിറ്റിയിലേക്ക് അപ്സ്കെയിൽ ചെയ്യും. അങ്ങനെ നമുക്ക് വളരെ ക്ലാരിറ്റിയുള്ള പിക്ചർ കാണാൻ സാധിക്കും മറ്റു ബ്രാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബ്രാവിയ 3 ടി വിയിൽ പിക്ചർ മാത്രമല്ല കേട്ടോ, സൗണ്ടും നമുക്കൊരു സിനിമാറ്റിക് സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡോൾബി അറ്റ്മോസ് എന്ന ടെക്നോളജിയും നമുക്ക് നോർമൽ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ വളരെ ലൗഡായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും ഒരു ഇമേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് X-ബാലൻസ് സ്പീക്കർ ടെക്നോളജിയും വരുന്നുണ്ട്. പുതിയ സിനിമ തിയേറ്ററുകളെല്ലാം ഡോൾബി അറ്റ്മോസ് എന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ OTTയിൽ വരുന്ന നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും പ്രൈം വീഡിയോയിലും അതുപോലെ എല്ലാ OTTയിലും വരുന്ന ഓഡിയോ ഭൂരിഭാഗം വരുന്നത് ഡോൾബി അറ്റ്മോസ് ടെക്നോളജിയിലാണ്. നമ്മുടെ ബ്രാവിയ 3യിൽ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. അത് മുഖേന നമുക്ക് വളരെ
കറക്റ്റായിട്ടുള്ള സറൗണ്ട് സൗണ്ട് നമുക്ക് ഡോൾബി അറ്റ്മോസ് മുഖേന ലഭിക്കും. അത് ശരിക്കും സിനിമാറ്റിക് സൗണ്ട് എക്സ്പീരിയൻസ് ആണ്. അത് ടി വിയിലൂടെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം സിനിമകളും ഡോൾബി വിഷൻ ടെക്നോളജിയിലാണ് വരുന്നത്. ഡോൾബി വിഷൻ എന്നൊരു വീഡിയോ ഫോർമാറ്റാണ്. സാധാരണ സിനിമ തിയേറ്ററുകളിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യില്ല. നോർമൽ 4K ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. എന്നാൽ ഇപ്പോൾ വരുന്ന OTTയിലെല്ലാം ഡോൾബി വിഷൻ കണ്ടൻസ് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും പ്രൈം വീഡിയോയിലും ആപ്പിൾ TVയിലൊക്കെ ഡോൾബി വിഷൻ കണ്ടന്റ് ടി വിയിൽ വരുന്നുണ്ട്. സോണിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ആപ്പ് വരുന്നുണ്ട്. അത് സോണി കസ്റ്റമേഴ്സിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. സോണിയുടെ ബ്രാവിയ 3 എടുക്കുന്ന കസ്റ്റമേഴ്സിനെല്ലാം സോണി പിക്ചേഴ്സ് സ്കോർ എന്ന ആപ്പ് മുഖേന സിനിമകൾ കാണാൻ സാധിക്കും. സോണി പിക്ചേഴ്സ് സ്കോർ സോണി സിനിമകളുടെ ഒരു പിക്ചർ ലൈബ്രറിയാണ്. പുതിയ സിനിമകൾ, ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ, ക്ലാസിക് സിനിമകൾ എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. സോണി പിക്ചേഴ്സ്, സോണി കൊളംബിയ പിക്ചേഴ്സിൻ്റെ എല്ലാ മൂവീസും നമുക്കിതിൽ കാണാൻ സാധിക്കും. അത് ടോട്ടൽ ഫ്രീ ആയിട്ടാണ് വരുന്നത്. സ്പൈഡർമാൻ, ജുമാൻജി, വെനം, അൺചാർട്ടഡ് തുടങ്ങിയ നിരവധി മൂവീസിൻ്റെ ഒരു ശ്രേണി തന്നെ ഇതിലുണ്ട് കേട്ടോ. സോണി പിക്ചേഴ്സ് സ്കോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4K ബ്ലൂറേ ക്ലാരിറ്റിയിൽ നമുക്ക് സിനിമകൾ ആസ്വദിക്കാം. അതുപോലെ ഇതിനകത്ത് പ്യുവർ സ്ട്രീമിംഗ് വരുന്നുണ്ട്. 80 Mbps പ്യുവർ സ്ട്രീമിങ്ങിൽ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. അമേസിംഗ് സൗണ്ട് എക്സ്പീരിയൻസ് വേണ്ടിയിട്ട് ഈ ആപ്പിൽ ഡോൾബി അറ്റ്മോസും DTS:X സൗണ്ട് ക്വാളിറ്റിയും വരുന്നുണ്ട്. ബ്രാവിയ 3യിൽ വരുന്നത് അഡ്വാൻസ്ഡ് AI സ്മാർട്ട് ഗൂഗിൾ TV ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 4 പ്രൊഫൈൽസ് വരെ ആഡ് ചെയ്യാൻ സാധിക്കും. പ്രൊഫൈലുള്ള ആളുകൾക്ക് ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഗൂഗിൾ റെക്കമെൻഡേഷൻ ആയിട്ട് കാണിക്കും. അതിന് പുറമെ ഗെയിംസിൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഗെയിംസ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ നമ്മൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യും. അതിനുശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ വാണ്ട് ടു വാച്ച് എന്ന് നമ്മുടെ മൊബൈൽ ഫോണിലോ ടാബിലോ ലാപ്ടോപ്പിലോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവി ഓട്ടോമാറ്റിക്കലി സോണിയുടെ ബ്രാവിയ 3യിൽ വന്ന് കിടക്കും, അതിൻ്റെ ലൈബ്രറിയിൽ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഒഴിവുള്ള സമയത്ത് പോയിട്ട് ആ ലൈബ്രറിയിൽ നിന്ന് ആ മൂവി എടുത്ത് കാണാൻ സാധിക്കും. ഈ TV-യിൽ നമ്മുടെ ഐഫോൺ എയർപ്ലേ മുഖേന കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പെർഫെക്റ്റ് ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഗെയിം മെനു ഈ ബ്രാവിയ 3യിൽ വരുന്നുണ്ട്. PlayStation 5 കണക്ട് ചെയ്യാം. ബ്രാവിയ 3 മാത്രം സെലക്ട് ചെയ്യുന്ന 2 ആളുകൾ, ഒന്ന് ഗെയിമേഴ്സാണ്, അവർക്ക് ഡോൾബി വിഷൻ ഗെയിംസ് ഒക്കെ ബ്രാവിയ 3യിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് മൂവി ലവേഴ്സാണ്. എല്ലാ തിയേറ്ററുകളിലും ഡോൾബി വിഷൻ ഇല്ലാത്തതുകൊണ്ട് ഡോൾബി വിഷൻ മൂവീസ് അതേ ക്ലാരിറ്റിയിൽ കാണണമെങ്കിൽ ബ്രാവിയ 3 തന്നെ വേണ്ടി വരും. ബ്രാവിയ 2ൻ്റെ റിവ്യൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നു. ഇത് ബ്രാവിയ 3 ആണ്. ബ്രാവിയ 3 ഒരു സൂപ്പർ പ്രീമിയം TV ആണിത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.